എന്താ ഇത്? വലിയ സന്തോഷത്തിലാണല്ലോ. ഇത്രയും സന്തോഷം ഉണ്ടായിട്ടുള്ളൊരു ദിവസം ഈ അടുത്തൊന്നും എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല കല്യാണി. എന്റെ ഈ സന്തോഷത്തിന്റെ കാരണക്കാരി ആരാണെന്ന് പറയാമോ? കല്യാണി, നീയാണിതിന് കാരണം. എന്തൊക്കെയാ മാഡം പറയണേ? അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ. ചെയ്തില്ലെന്ന്? കല്യാണിയാണ് എന്നെ വലിയൊരു നാണക്കേടിൽ നിന്ന് രക്ഷിച്ചത്. ഗംഗ എന്നെ അപമാനിച്ച് ഞാൻ ഒരുപാട് വിഷമിച്ച് നിൽക്കുമ്പോ എനിക്ക് ഇത്തരം ഒരു ഐഡിയ പറഞ്ഞു തന്നത് കല്യാണിയാണ്. ഐഡിയ പറഞ്ഞു തന്നത് മാത്രമല്ല, അത്രയേറെ നല്ല വിഭവങ്ങൾ എന്നെ കൊണ്ടുണ്ടാക്കിച്ചത് കല്യാണിയുടെ മാത്രം കഴിവാ. അതുകൊണ്ട് ആ ഗംഗയുടെ മുന്നില് തല ഉയർത്തി നിൽക്കാൻ എനിക്ക് പറ്റി. എനിക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല കല്യാണി. അത്രയ്ക്ക് വലിയൊരു കാര്യ കല്യാണി എനിക്ക് വേണ്ടി ചെയ്തത്. ജീവിതത്തിൽ ഒരാളുടെയെങ്കിലും സന്തോഷത്തിന് നമ്മൾ കാരണക്കാരായിട്ടുണ്ടെങ്കിൽ അതല്ലേ ഏറ്റവും വലിയ ആത്മസംതൃപ്തി. മാത്രമല്ല, ദുഷ്ടശക്തികൾക്കെതിരെ പോരാടാൻ എനിക്ക് വലിയ ഇഷ്ടാ. ഈ കാര്യത്തിൽ ഞാൻ എന്റെ കടമ മാത്രമാ ചെയ്തത്. അത്രയങ്ങ് കരുതിയാ മതി. കല്യാണിയുടെ ഈ വലിയ മനസ്സിന് നന്ദി പറയാൻ എനിക്ക് വാക്കുകളില്ല. അല്ല, ഞാൻ എന്താ ഇപ്പൊ കല്യാണിക്ക് തരിക? എന്റെ അനുജത്തി നാഗമടത്ത് ഗംഗയുടെ മുന്നിൽ തോൽക്കാതെ നോക്കേണ്ടത് തൃച്ചംബരത്തെ മൂത്ത മരുമകളായ എന്റെ കടമയാണ്. ഞാനത് ചെയ്തു. കല്യാണി, കൈനീട്ട്. ഇത് എന്റെ വക ഒരു സമ്മാനം. അയ്യോ അയ്യോ, ഇതൊന്നും വേണ്ട, ഞാൻ വാങ്ങില്ല. അങ്ങനെ പറയരുത്, വാങ്ങണം. ഇല്ല, എന്നെ നിർബന്ധിക്കല്ലേ, ഞാൻ വാങ്ങില്ല. കല്യാണി, ഇത് വാങ്ങിയില്ലെങ്കിൽ എനിക്ക് സങ്കടമാവും. എനിക്ക് തന്നില്ല. ഇത് ഞാൻ എന്റെ സ്വന്തം സഹോദരിക്ക് തരുന്നൊരു സമ്മാനമായിട്ട് കണ്ടാ മതി. കൂടെ പിറന്നില്ലെങ്കിലും ഇപ്പൊ ഒരർത്ഥത്തിൽ നീ എന്റെ സഹോദരി തന്നെയാ. മൂത്ത മരുമകൾ ഞാനാവുമ്പോ ഇളയ മരുമകൾ എന്റെ അനുജത്തിയല്ലേ. ഹലോ, ഒന്നും ആലോചിക്കാനില്ല. ആ കൈ ഇങ്ങോട്ട് നീട്ട്. കല്യാണി നന്ദനയും കൂടി ഒത്തൂല്ലേ? ഇതെന്റെ അലമാരയിൽ ഇരിക്കുന്നതിനേക്കാൾ ഭംഗി കല്യാണിയുടെ കയ്യിൽ കിടക്കുമ്പോഴാ. നിന്റെയൊക്കെ സന്തോഷം ഞാനിപ്പോ തീർക്കുന്നുണ്ട്. വീട് ഗംഗേ, നീ ഇങ്ങനെ ടെൻഷൻ ആവാതെ സമാധാനപ്പെട്. ഞാൻ നാണം കിട്ടില്ലേ? അഖിലന്റെ പറഞ്ഞത് കേട്ടില്ലേ? ഞാൻ ആ കല്യാണിയുടെ അസിസ്റ്റന്റ് ആവാൻ. അടുക്കളക്കാരിയുടെ അസിസ്റ്റന്റ് ആയിട്ട് എന്തിനാ അടുക്കള പണി പഠിക്കാനോ? ഈ അഖിലാണ്ടേശ്വരി പറയുന്നത് കേട്ട് അനുസരിക്കാൻ നമ്മൾ ആരാ? ഒന്ന് പോവാൻ പറ. ദേ, ഈ ചെവി കൊണ്ട് കേട്ടിട്ട് ഈ ചെവി കൂടി അങ്ങ് കളഞ്ഞേക്കണം. ഞാനും നന്ദനയും കൂടി നടന്ന പാചക മത്സരത്തിൽ അവള് ജയിച്ചു. ആ നാണക്കേട് മാത്രോ? ഒടുവിൽ ഞാൻ ആ എച്ചില് വരുന്നവളുടെ അസിസ്റ്റന്റ് കൂടി ആവാൻ. എന്നെ കൊണ്ടൊന്നും ഓർത്തിട്ട് എനിക്ക് സഹിക്കുന്നില്ല അങ്ങോട്ട്. ആ നന്ദന എങ്ങനെ ജയിച്ചു? അവൾ എങ്ങനെ ഇത്രയും കറികൾ ഉണ്ടാക്കി?
ഇതിലെന്തോ മറിമായി നടന്നിട്ടുണ്ട് ആന്റി. അതെ, അരി കഴുകി അടുപ്പത്ത് വെക്കാൻ പോലും ഈ നന്ദനിക്ക് അറിയില്ല. അവക്കൊരു ചുക്കും അറിയില്ല. ഇനി ജയന്തി പറഞ്ഞതുപോലെ കല്യാണി സംഭവിക്കാം. അവൾ ആരാണെന്നാ നിന്റെ വിചാരം? കൂർമ്മ ബുദ്ധിക്കാരിയാ കല്യാണി. അവസരങ്ങളെ മുതലാക്കാൻ പഠിച്ചവൾ. തൃച്ചംബരത്തെ ഓരോരുത്തരെയും അവളുടെ വശത്താക്കാൻ കഴിയുന്ന ഒരവസരവും അവള് പാഴാക്കില്ല. ആന്റി ആന്റി എന്തോ നാടി അലറുന്നത്. ഉഫ്. ദേ, ഒന്നാമത് ഞാൻ അടിമുടി കലി കേറി നിൽക്കുവാ. അതിനിടെ നിന്റെ ശബ്ദം കൂടി കേട്ടാലുണ്ടല്ലോ. ഞാൻ കണ്ട കാര്യം പറയാൻ വന്നപ്പോ എന്റെ തോളിൽ ചാടി കയറുന്നോ? കണ്ട കാര്യോ? എന്ത് കാര്യം? ഓ, എന്താന്ന് വെച്ചാ ഒന്ന് പറഞ്ഞു തൊലക്ക്. പറയാം ആന്റി, ഞാൻ സംശയിച്ചത് നേര് തന്നെയാ. അതെ, ആ നന്ദനയ്ക്ക് പാചകം പറഞ്ഞു കൊടുത്തത് കല്യാണി തന്നെയാ. നേരാണോ നീ പറയുന്നൊക്കെ? അതെ ആന്റി, ഞാൻ നേരിട്ട് കണ്ടതാ. പാചകം പഠിപ്പിച്ചു കൊടുത്തതിന് നന്ദന 2 പുതിയ സ്വർണ്ണവളയാ കല്യാണിക്ക് കൊടുത്തത്. നന്ദനയുടെ മുറിവാതിൽക്കൽ ഒളിഞ്ഞു നിന്ന് എന്റെ ഈ 2 കണ്ണുകൾ കൊണ്ടാ ഞാൻ കണ്ടത്. അവളത് ചെയ്യും. ആ നന്ദന ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചപ്പോ കല്യാണി രക്ഷപ്പെടുത്തിയില്ലേ? അന്ന് തുടങ്ങിയ സോഫ്റ്റ് കോർണർ അവക്ക്. നമ്മൾ സൂക്ഷിക്കണം ഗംഗെ. തൃച്ചംബരത്ത് നമ്മുടെ ശത്രുക്കളുടെ എണ്ണം കൂടുകയാ. ഊണിലും ഉറക്കത്തിലും കരുതിയിരിക്കണം നമ്മള്. എന്താ കൃഷ്ണേട്ടാ മുഖത്ത് പതിവില്ലാത്തൊരു സന്തോഷം? ഇന്നെന്തോ ഒരുപാട് കാലം പിറകിലോട്ട് പോയതുപോലൊരു തോന്നൽ. പണ്ടെങ്ങോ കണ്ടുമറന്ന സ്വപ്നം വീണ്ടും കാണും പോലെ. അപ്പൊ കൃഷ്ണേട്ടൻ ഇന്ന് റൊമാൻറ്റിക് ആണല്ലോ. ആ, ഞാനല്പം റൊമാൻറ്റിക്കാണ്. ഒരുപാട് കൊല്ലങ്ങൾക്ക് ശേഷം ഭാര്യയുടെ കൈപുണ്യത്തിൽ ആഹാരം കഴിക്കാൻ പറ്റിയില്ലേ? അതിൽ നിന്നുണ്ടാകുന്ന ഒരു സംതൃപ്തി, ആ ഒരു സുഖം ഒരർത്ഥത്തിൽ റൊമാൻറ്റിക് മൂഡ് തന്നെയാണ്. കൃഷ്ണേട്ടന്റെ കാര്യത്തിൽ അതൊരു പുതിയ അറിവാണല്ലോ. ആഹാരത്തിലൂടെ ഉണ്ടാകുന്ന റൊമാൻറ്റിക് മൂഡ്. ദേ, അപ്പൂപ്പനും അമ്മൂമ്മയാകാൻ പോകുന്നവരാ നമ്മള്. അതുമാത്രമാണ് ശിവരാമകൃഷ്ണൻ ഇപ്പോഴും കൊതിക്കുന്നു. തൃച്ചംബരത്തിന്റെ മുറ്റത്ത് ആനന്ദിന്റെ അരവിന്ദിന്റെ മക്കളെ തോളിലേറ്റി നടക്കുന്നു. ചില നേരങ്ങളിൽ നമ്മൾ അഹങ്കരിച്ചു പോകും. നമ്മൾ ആരൊക്കെയോ എന്തൊക്കെയോ ആണെന്നൊരു അഹങ്കാരം. പക്ഷേ നമ്മൾ ഒരു വഴിപോക്കൻ മാത്രമായിരുന്നു എന്ന തിരിച്ചറിവുണ്ടാവുമ്പോ ആ അഹങ്കാരം മാറും. ഞാനിപ്പോഴും അങ്ങനെ ഒരു അഹങ്കാരിയാറ്റാ നിൽക്കുന്നു. സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന 2 മക്കൾ. കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സംരക്ഷിക്കുന്ന ഭാര്യ. പക്ഷെ എന്റെ പേരക്കുട്ടികളെ താലോലിക്കാൻ അവസരം തരാതെ എന്റെ ഹൃദയമിടിപ്പിൽ നിൽക്കരുതേ എന്നാണ് എന്റെ പ്രാർത്ഥന. കൃഷ്ണേട്ടാ, കൃഷ്ണേട്ടനില്ലാത്തൊരു ലോകത്തെപ്പറ്റി എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല.
എന്താകിലേ, ഞാനൊരു തമാശ പറഞ്ഞല്ലേ. ആ പറ്റുമെങ്കിലേ നമുക്ക് ചിത്രഗുപ്തനെ കൊണ്ട് റെക്കമെൻഡ് ചെയ്യിക്കാം. ആ പുസ്തകത്തിലേക്ക് ഒരേ സമയം നമ്മുടെ രണ്ടുപേരുടെ പേരെ എഴുതി ചേർക്കാൻ. ഈ കൃഷ്ണേട്ടന്റെ ഒരു കാര്യം. അശോ, ഞാൻ മറന്നു. ഗുളിക കഴിച്ചില്ലല്ലോ. ഞാൻ പോയി എടുത്തിട്ട് വരാം. അതെ അഖില, ഇന്ന് ഗുളിക വേണ്ട. നിന്റെ കൈ കൊണ്ടുണ്ടാക്കിയ ആഹാരത്തിന്റെ രുചി നാവിൽ കുറച്ചു നേരം കൂടെ അങ്ങനെ ഇരുന്നോട്ടെ. ഇന്നൊരു ദിവസത്തേക്ക് ഗുളിക കഴിച്ചില്ലെന്ന് പറഞ്ഞാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ശരി, എന്നാ കൂടുതൽ മഞ്ഞുകൊള്ളാതെ ഈ സ്നേഹമുള്ള അഹങ്കാരി വന്നു കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഇതൊന്നും പോരാ. നോട്ടം, ചലനം, ഭാവം എല്ലാം ഇഷ്ടം റൊമാൻറ്റിക് ആയിരിക്കണം. അതുപോലെ വാക്കുകൾ നല്ല തേൻതുള്ളികൾ പോലെ ഇരിക്കണം. വാക്കുകൾ ഒന്ന് പറഞ്ഞു നോക്കിയാലോ? സ്റ്റെല്ല, ഞാനൊരു കാമുക പടയാളിയല്ല, കാമുക തന്ത്രങ്ങൾ എടുത്ത് പയറ്റാൻ. ഇതൊന്നും പോരാ, അവൾ കളിയാക്കും. അല്പ ഓൾഡ് സ്റ്റൈൽ ആയാലോ? ഓൾഡ് ഈസ് ഗോൾഡ് എന്നാണല്ലോ. സ്റ്റെല്ല, ഐ ലവ് യു ഡാർലിംഗ്. ഇതൊന്നും ശരിയാവില്ല. പ്രേമത്തിനൊരു ഓളം കിട്ടണമെങ്കിൽ കവിത പോലെ ആയിരിക്കണം വാക്കുകൾ. സിനിമാ ഗാനങ്ങളെടുത്ത് കവിതയാക്കി പറഞ്ഞ സ്റ്റെല്ലയുടെ മുമ്പിൽ ചെലവാകത്തില്ല. എന്റെ ഭഗവാനെ, നീ എന്റെ തലച്ചോറിലേക്ക് ഇറങ്ങി വന്ന് എനിക്ക് അല്പം കവിതാ കുസുമങ്ങൾ വിടർത്തു. യെസ്, കിട്ടിപ്പോയി. എന്റെ സ്റ്റെല്ലേ, ഒരു മാരിവില്ല് പോലെ വന്ന് മോഹം തന്നിട്ട് മായുകയാണോ നീ എന്നിൽ നിന്നും? ഹൃദയത്തിൽ നിന്നും ഒരു പനിനീർപ്പ് അടരും പോലെയാണ് നീ കടന്നു പോകുമ്പോ എന്റെ വികാരം. നീ ചിരിതൂകി നിന്നാ എനിക്ക് ചുറ്റും ഒരു പൂങ്കാവനം. നീ എന്നോടൊന്നും മിണ്ടിയ എനിക്ക് ചുറ്റും സുരവൃന്ദാവനം. നീ കടന്നു പോകുന്ന വഴികളിൽ കുടകപ്പാലകൾ പൂത്ത സുഗന്ധം. സ്റ്റെല്ല, നിന്റെ മന്ദസ്മിതം എത്ര മായിക വസന്തം. ഇത് കൊള്ളാം, ഇത് കൊള്ളാം. വെൽ ഡൺ മൈ ബോയ്. ഇത് എവിടുന്ന് വന്നു ഈ കവിത? പ്രണയം എന്നെ ഒരു മഹാകവിയാക്കി മാറ്റിയോ? ഈശ്വര, ചതിച്ചു. ഈ വേദനകത്തുണ്ടായിരുന്നു. സുബ്രു, ആരോടായിരുന്നടാ നിന്റെ സംസാരം? ഹേയ്, ഞാൻ ആരോടൊന്നും സംസാരിച്ചില്ലല്ലോ. പക്ഷെ ഞാൻ കേട്ടല്ലോ. എന്ത് കേട്ടു? ഓ, അത് അത് ഞാൻ ഈ ഫോണിൽ സംസാരിച്ചതാ. അതെന്റെ ഫോണല്ലേ, അതില് നീ ആരോട് സംസാരിക്കാനാ? സുബ്രു, ഇങ്ങോട്ട് വാടാ. അത് ഞാൻ പോയിട്ട് വരാം. നീ ആരോടാ സംസാരിച്ചെന്ന് പറ. അത് ഫോണിലായിരുന്നു, എന്റെ ഫോണിലായിരുന്നു. ശരി, നിക്ക്. നീ ഇതെവിടെ പോവാ? അത് ഞാൻ എന്റെ പെങ്ങളെ കണ്ട് ഇത്തിരി ചൂടുവെള്ളം കുടിച്ചിട്ട് വരാം. അത് ഇവിടെ വരുത്താം. അതൊന്നും വേണ്ട. ഒരു ആങ്ങളുടെ അധികാരത്തിൽ ചെന്ന് വാങ്ങിക്കുടിക്കുന്നതാ എനിക്കിഷ്ടം. ഓ,
താങ്ക്സ്. ആ സ്റ്റെല്ല, ആഹാ, വളരെ മനോഹരമായിരിക്കുന്നു ഇന്നത്തെ ഈ സാരി. ഈ സാരി ഉടുത്തു വരുമ്പോ സ്റ്റെല്ല അതിസുന്ദരിയാണ്. ഈ സാരി ഇന്ന് ഞാൻ ആദ്യമായിട്ട് ഉടുത്തതൊന്നും അല്ലല്ലോ, എന്റെ യൂണിഫോം സാരിയല്ലേ. ആ, ഓ, തുടങ്ങിയപ്പോഴേ പൊളിഞ്ഞു. എനിക്കെന്നും ഇത് തന്നെ പറ്റുന്നേ. ആ, അതെ അതെ, എന്നും ഉടുക്കുന്ന സാരി തന്നെ. പക്ഷേ ഈ സാരി ഇന്ന് സ്റ്റെല്ല ഉടുത്തപ്പോ സുന്ദരി ആയിരിക്കുന്നു എന്ന് പറയുമായിരുന്നു. അത് തന്നെയല്ലേ അല്പം മുമ്പും പറഞ്ഞത്. ഇത്തരം സാരികളാണല്ലോ ഞാൻ എപ്പോഴും ഉടുക്കുന്നത്. ശരിയാണല്ലോ. എനിക്കിത് എന്തു പറ്റി? കറക്കെടുക്കാൻ 2 ഡയലോഗ് പറയാന്ന് വെക്കുമ്പോ അതൊക്കെ ചീറ്റി പോവുകയാണല്ലോ. ഹലോ ഹലോ മാഷേ, എന്തു പറ്റി? ഏയ്, ഒന്നും പറ്റിയില്ല. മനസ്സൊരു നിമിഷം എങ്ങോട്ടോ ചിറകടിച്ച് പറന്നു. ആഹാ, കവിയാണല്ലോ. ചിലപ്പോ ഭാവന വന്ന് പാർപ്പിച്ചതായിരിക്കും. ഏത് ഭാവന? കാവ്യഭാവന. ആ ഭാവന. ആ ഭാവന എനിക്കൊരു തലവേദനയായി മാറിയിരിക്കുക. കവിതകൾ എഴുതി എഴുതി ഞാൻ മടുത്തു. ആണോ? എനിക്ക് കവിതകളോടും കവികളോടും വലിയ ആരാധനയാ. കവികളോട് ആരാധനയോ? ആ, ആദ്യം പിടിച്ച് കയറി കളയാം. ദേ പിന്നെയും ഭാവനയുടെ ചിറകിൽ കയറി ആകാശത്തേക്ക് പറന്നു. ആ, അതെ അതെ, ഇതൊരു മാറാ രോഗമായി മാറിക്കൊണ്ടിരിക്കുക. അപ്പൊ സൂക്ഷിക്കണം, ചികിത്സ വേണ്ടി വരും. ഏയ്, അതൊന്നും വേണ്ട. ഒറ്റ ഇരിപ്പിനൊരു കവിത എഴുതി കഴിയുമ്പോ അതങ്ങ് മാറിക്കോളും. ആഹാ, എനിക്കൊരു കവിത കേൾക്കാൻ പറ്റോ? പിന്നെന്താ, ഇപ്പൊ ചൊല്ലാലോ. ആരുടെയെങ്കിലും കയ്യിന്ന് അടിച്ചെടുത്ത കവിതയൊന്നും എനിക്ക് വേണ്ട. സ്വന്തമായിട്ട് വല്ലതും ഉണ്ടെങ്കിൽ ചൊല്ലിയാ മതി. എന്തു പറ്റി? അത് സഭാകമ്പേ. അതിന് ഇവിടെ വലിയ സഭയൊന്നുമില്ലല്ലോ, ഞാൻ മാത്രമല്ലേ ഉള്ളൂ. അത് കവികൾക്ക് ഒരാളാണെങ്കിലും അതൊരു സഭയാണ്. ഒരു കാര്യം ചെയ്യാം, ക്ഷണ നേരം കൊണ്ട് ഒരു കവിത ഞാൻ രചിച്ച് വാട്സപ്പിലേക്ക് അയച്ചുതരാം.